Use headphones for best sound experience. സർഗജ്യോതി ശ്രവ്യാമൃതം അഭിമാന പുരസ്സരം സമർപ്പിക്കുന്ന ഏറ്റവും പുതിയ ശബ്ദനാടകം സാത്താന്റെ സന്തതികൾ. രചന സംവിധാനം വിഷ്ണു സുനിൽ മടുത്തുംപടി. ശബ്ദം നൽകുന്നവർ നിതിൻ എൻ ജോയ് തൊടുപുഴ, ലിമേഷ് പുതുക്കാട്, സിജു പത്തനംതിട്ട, ഫാത്തിമ വി യു ആലുവ, അംബിക ടി പി കോട്ടക്കൽ. ശബ്ദമിശ്രണം മനോജ് എസ് പട്ടാഴി. സാത്താന്റെ സന്തതികൾ. ഈശ്വര, നേരം 5 മണി കഴിഞ്ഞൂലോ. സന്ധ്യമോളാണെങ്കിൽ ഇതുവരെ സ്കൂളിൽ വിട്ട് വന്നിട്ടുമില്ല. എന്തൊരു പൊടിയാ ഇവിടെ. ഇതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കാൻ ഞാൻ തന്നെ വേണേനും. എന്റെ കൃഷ്ണ, രാത്രി കൂട്ടാത്തിന് ഒന്നുമില്ലാലോ. ഇക്കണ്ട ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും മനുഷ്യന്റെ നടു ഓടിയും. എന്താ ചെയ്യാ, എല്ലാം അങ്ങ് അനുഭവിക്കുക, അല്ലാതെ എന്ത് പറയാനാ. ഇന്ന് പത്രം വായിക്കാൻ നേരം കിട്ടിയിട്ടില്ല. പത്രത്തിന്റെ 2 മാസത്തെ കാശും കൊടുക്കാനുണ്ട്. എല്ലാം കൂടി സാധിക്കണ്ടേ. പത്രം നിർത്താമെന്ന് വിചാരിച്ചപ്പോ മോള് സമ്മതിക്കണമില്ല. പഠിക്കേണ്ട പല കാര്യങ്ങളും പത്രത്തിൽ നിന്നും അറിയാം എന്നാണ് അവള് പറയണത്. അല്ല, ഞാൻ എന്റെ കണ്ണട എവിടെയാണാവോ വെച്ചേ? എവിടെ പോയി ഇത്? ഇവിടെ ഇരിക്കണുണ്ടല്ലോ. ചില്ല് മാറ്റാനായിന്നാ തോന്നണേ. സ്കൂള് വിട്ട് വരികയായിരുന്ന വിദ്യാർത്ഥിനിയെ ഓട്ടോക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ദൈവേ, 5 കിലോ കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥിനി അടക്കം 4 പേർ പിടിയിൽ. ശിവ, പത്രം തുറന്നാ പിന്നെ പീഡനങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും അന്യന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. അല്ല, ആരിപ്പ പീഡിപ്പിക്കണത്? ആത്മീയ ആചാര്യന്മാരല്ലേ, ആരും മോശക്കാരല്ലല്ലോ. എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാ പിന്നെ പല വിധത്തിലുള്ള ഭീഷണികളും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. ഒരു വിധത്തിൽ പറഞ്ഞ ഇതൊന്നും നോക്കാതിരിക്കണ ഏറ്റവും നല്ലത്. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. കലികാലം അല്ലാതെന്താ പറയാ. എന്താ അമ്മേ ഒറ്റയ്ക്കിരുന്ന് പെരുവിറുക്കുന്നത്? സന്ധ്യമോള് വന്നോ? ഒന്നും പറയണ്ട മോളെ. പത്രം ഒന്ന് നോക്കിപ്പോയി. അതിലെ ഓരോ വാർത്തകൾ വായിക്കുമ്പോൾ നെഞ്ചു പിടയ്ക്കുക. മോള് പുറത്തു പോയി വരുന്നത് വരെ അമ്മയുടെ ഉള്ളില് തീയാണ്. മോളാണെങ്കിൽ ഇന്ന് വരാനും വൈകി. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്നെ നോക്കാൻ എനിക്കറിയാം. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ വൈകി. സ്ഥിരമായിട്ട് കിട്ടണ ബസ് കിട്ടിയില്ല. അതാ അമ്മേ വരാൻ താമസിച്ചേ. ദേ അമ്മേ, പുന്നാര മോന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ചേട്ടനിപ്പോ ഇത്തിരി വൈകിയാ വരണത്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. പറഞ്ഞതുപോലെ അവൻ എവിടെടി? സുരേഷിന് വല്ല സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ടോ? നേരെ ചൊവ്വേ പഠിപ്പുണ്ടായിട്ടില്ലല്ലോ.
ഹർത്താലുകളും സമരവും ഒക്കെ അല്ലേ, പിന്നെങ്ങനെയാ? അകത്ത് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കുടിക്കും മോളെ. ശരി അമ്മേ. അമ്മേ, PTA ഫണ്ട് കൊടുക്കാത്തതിന് ഇന്നും എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ ഇനി കൊടുക്കാൻ. 2 ദിവസം കഴിഞ്ഞ് കൊടുക്കാം മോളെ. എന്താ അമ്മയും മോളും കൂടെ ഒരു ചർച്ച? ഹ, ഇതാര്? വാസോ? കയറി ഇരിക്കു വാസു, ഞാൻ കസേര എടുത്തിട്ട് വരാം. അത് സാരമില്ല, ഞാൻ ഈ തിണ്ണയിലിരുന്നോളാം. ഇതാ ചേച്ചി പാത്രം. ഇന്നലെ ഭാര്യയ്ക്ക് ആശുപത്രിയിൽ കഞ്ഞിയും കൊണ്ട് പോയതാ, ഇവിടുത്തെയാ. അല്ല വാസു, നിന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തു പറയാനാ ചേച്ചി, ഇപ്പം കീമോ ചെയ്തോണ്ടിരിക്കുക. അവളുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. ആ, എന്തു നല്ല സുന്ദരിയായിരുന്ന പെണ്ണായിരുന്നു അവള്. നമ്മുടെ രാജ്യത്തെ മന്ത്രിമാർക്കോ MLA മാർക്കോ MP മാർക്കോ ഒക്കെ അസുഖം വന്നാല് അവര് വിദേശത്തേക്ക് പറക്കും ചികിത്സയ്ക്ക് വേണ്ടി. ശരിയാ ചേച്ചി പറഞ്ഞത്. സിറ്റിയിലെ ആശുപത്രിയും ഡോക്ടർമാരെ ഒന്നും അവർക്ക് പറ്റില്ല. നമ്മളെപ്പോലുള്ള തൊഴിലുറപ്പ് പാവങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ സർക്കാർ ആശുപത്രിയിലാണ് ചെല്ലുന്നത്. അവിടെയാണെങ്കിൽ ഡോക്ടറേ ഇല്ല, മാറിപ്പോയിട്ട് പകരം പുതിയ ഡോക്ടർ വന്നിട്ടുമില്ല. കിടക്കാൻ സ്ഥലവുമില്ല. ഇപ്പോൾ പ്രസവിച്ച ചോര കുഞ്ഞിനെയും കൊണ്ട് കക്കൂസ് വരാന്തേ കിടക്കേണ്ട അവസ്ഥയാണ്. പറഞ്ഞു വരുമ്പോൾ എനിക്ക് രക്തം അങ്ങോട്ട് തിളച്ചു വരും. പിന്നെ എല്ലാം സഹിച്ചങ്ങ് ജീവിക്കണം. എന്നാ പിന്നെ ഞാൻ പോട്ടെ ചേച്ചി. എന്നാ ശരി വാസു. വാസു പറഞ്ഞത് എത്ര സത്യ. ഇത്രയും നേരായിട്ടും സുരേഷിനെ കണ്ടില്ലല്ലോടി. അത് തന്നെയല്ലേ ഞാൻ നേരത്തെയും പറഞ്ഞത്, മോനെ ശ്രദ്ധിക്കണമെന്ന്. നേരം ഇരുട്ടി തുടങ്ങി. വീട്ടിൽ ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ. കാലം വല്ലാത്തതാണേ. എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ വാതിലങ്ങ് അടച്ചേക്കാം, അതാ നല്ലത്. പേരറിയാത്തൊരു ദ്രാവകത്തെ ബ്രാൻഡി എന്നാരോ വിളിച്ചു. ശരിടാ, നമുക്ക് പിന്നെ കാണാം, പോവാം. പുകയില കുറുക്കി കുപ്പിച്ചില്ലിട്ടപ്പോൾ ഹാൻസ് എന്നാരോ വിളിച്ചു. ഹാൻസ് എന്നാരോ വിളിച്ചു. പേരറിയാത്തൊരു ദ്രാവകത്തെ ബ്രാൻഡി എന്നാരോ വിളിച്ചു. എടേ താട്ടാണി, വായു കൊടുക്കണേ. നീ തുറക്കണ്ടോ, ഞാൻ ചവിട്ടി പോയണ. വന്നല്ലോ കാലമാടൻ. ത്രിസന്ധ്യ നേരത്ത് കുടിച്ച് കൂത്താടി. നിന്റെ വീട്ടിന്ന് കിട്ടിയ ശ്രീധരം കൊണ്ടാണോടി ഞാൻ കുടിക്കണേ. നിന്റെ അച്ഛൻ വളരെ മാന്യായിട്ടാണ് ഇന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ടേ അതിനെ കുറിച്ചൊന്നും പറയാൻ നിക്കണ്ട. നിന്റെ തന്ത ഒരത്തി എനിക്ക് കിട്ടിയത് മുഴുവൻ വിറ്റ് തൊലച്ചില്ലേ. എന്റെ ഇത് തലവിധി. കാലമാടൻ മുടിഞ്ഞു പോകും. എടി ഒരുമ്പട്ടോളെ നിന്നെ ഞാൻ. അയ്യോ, എന്റെ ചില്ലുപാത്രങ്ങളൊക്കെ പൊട്ടിയില്ലോ. പരീക്ഷ അടുക്കാറായി. മനസമാധാനത്തോടെ 4 അക്ഷരം പഠിക്കാനിരിക്കുമ്പോ അതിനെ സമ്മതിക്കില്ല. അപ്പോഴേക്ക് തുടങ്ങില്ലേ 2 കൂടി യുദ്ധം.
ദേ അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നീ നശിച്ച കൂടി നിർത്തുന്നോ അന്നേ നമ്മുടെ കുടുംബത്തിന് രക്ഷയുണ്ടാവൂ. അത് നിങ്ങളുടെ തള്ള ഈ ചൊറിയാൻ വന്നിട്ടല്ലേ? വേണ്ട വേണ്ട വേണ്ട. ഇനി അച്ഛൻ കമ്മാന്ന് ഒരക്ഷരം മിണ്ടില്ല. മോള് പഠിച്ചോ? പഠിച്ച് വലിയ ഡോക്ടറാവണം. അല്ലെങ്കിൽ നമ്മളെ പരസ്പരം സീരിയലിലെ ദീപ്തിയെ പോലെ ഒരു വലിയ IPS ഓഫീസറാവണം. എന്നിട്ട് നമ്മക്കിട്ട് 2 എണ്ണം കൊടുക്കണം. അച്ഛനും ഇംഗ്ലീഷൊക്കെ അറിയട്ട. അയാമിന്റെ പഠിക്കൽ കൂടി പോത്തും വണ്ടി ജാത്തേ. റെഡി? അച്ഛൻ പോണേന്. മോള് പഠിച്ചോ? മോള് പഠിച്ച് വലിയ ആളാവണം. അച്ഛൻ പോണേട്ട. ആടുവാമ്പേ ആടാടുവാമ്പേ ആടാടുവാമ്പേ ആടുവാമ്പേ ആടാടുവാമ്പേ തവിളിളമ്പാമ്പേ. താജ്മഹൽ യമുന നദീ തീരത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയ പത്നിയായ മുംതാസിന് വേണ്ടിയാണ് ഇത് പണി കഴിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഒന്ന് ഓർത്ത് പറഞ്ഞോക്കാം. താജ്മഹൽ യമുന നദീ തീരത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. യമുന നദീ തീരത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ ആരോ നടന്നു വരണ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഇനി നേരത്തെ ആര് വരാനാ? ചിലപ്പോ ചേട്ടനായിരിക്കും. എന്റെ ഉദ്ദേശം തെറ്റിയില്ല, ചേട്ടൻ തന്നെ. അല്ല, ചേട്ടൻ ഇതെന്താ പറ്റിയേ? ഇന്ന് രാവിലെ ഞാൻ കാണുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഏതോ ലഹരി പദാർത്ഥം ഉപയോഗിച്ചാൽ ആടിക്കുഴഞ്ഞാണല്ലോ വരവ്. എന്റെ ഈശ്വരാ, ഇനി ചേട്ടനും അച്ഛനെ പോലെ കൂടി തുടങ്ങിയാവോ? എന്തായാലും വരണടുത്ത് വെച്ച് കാണാം. എത്ര സുന്ദരമായ പ്രകൃതി, മനോഹരം, അവർണ്ണനീയം. അനന്തദായകം. കഞ്ചാവിൻ്റെ ലഹരിയിൽ പരദീസയിലേക്ക് പറന്നുയരാം. സുരേഷ് ഏട്ടാ എന്താ പറ്റിയേ? ആ സ്ത്രീയെ വരൂ, നമുക്ക് ആസ്വദിക്കാം ഈ ജീവിതം. ആവോളം ആസ്വദിക്കാം. നാണമില്ലേ നിങ്ങൾക്ക്? ഇല്ല, എനിക്ക് നാണമില്ല. മാറി നിൽക്ക്, എന്നെ തൊട്ടു പോകരുത്. എന്റെ ഏട്ടനാണെന്ന് പറയാൻ എനിക്ക് അറപ്പ് തോന്നാ. പൊയ്ക്കോ എന്റെ മുന്നിന്ന്. അമ്മേ ഒന്ന് വേഗം വന്നേ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. വണ്ടർഫുൾ. Fantastic. Plastic. And plastic. അമ്മേ കേൾക്കുന്നില്ലേ? ഒന്ന് വേഗം വരാൻ. എന്താണേ? എന്താ പറ്റിയേ? ചേട്ടൻ എന്നെ ചുംബിക്കാൻ ശ്രമിച്ചു. എനിക്ക് പേടിയാവുന്നു അമ്മേ. മോളെ, അമ്മ അവനോട് ചോദിക്കാം. എടാ സുരേഷേ, നീ കഞ്ചാവ് വലിച്ചിട്ടുണ്ട് അല്ലേടാ? വയസ്സായ സുന്ദരിയായ സ്ത്രീ
അതിനൊരു തടസ്സമല്ല. എടാ ദുഷ്ട, ഞാൻ നിന്റെ പെറ്റമ്മയാടാ. ഞാൻ പുരുഷൻ, നീ സ്ത്രീ. വരൂ, നമുക്ക് ആസ്വദിക്കാം. ആടി. അച്ഛൻ മദ്യപിച്ച് 4 കാലിൽ, മകൻ കഞ്ചാവ് ലഹരിയിലും. ഇതിനിടയിൽ ഞാനും എന്റെ പാവ അമ്മയും ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിലും ഇതങ്ങ് മരിച്ച മതിയായിരുന്നു. മോളെ, നീ അതൊന്നും ചിന്തിക്കണ്ട. ഗോപാലേട്ട, നിങ്ങളൊന്നും മിണ്ടാതെ ഇവന്റെ ഈ വൃത്തികെട്ട പ്രവൃത്തികൾ കണ്ട് രസിക്കല്ലേ? എടീ, നമ്മുടെ മോൻ, ഞാനൊരു മദ്യപാനിയാണെങ്കിലും നമ്മുടെ മോനെ ഈ അവസ്ഥയെ കണ്ടപ്പോ ഞാനാകെ തകർന്നു പോയി. ദേ, ഇവന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു. വേണ്ട, നമുക്കിനി ഇവൻ വേണ്ട. എന്നെ വിട്, കഴുത്തേത് വിട്, എനിക്ക് വേദനിക്കുന്നു. വിട്. വേണ്ട ഗോപാലേട്ടാ, അവനെ കൊല്ലണ്ട. ഒന്നില്ലെങ്കിലും അവൻ നമ്മുടെ മോനല്ലേ. മാറി നിക്കടി അങ്ങോട്ട്. വേണ്ട അച്ഛാ, ചേട്ടനെ കൊല്ലല്ലേ. എന്റെ സന്ധ്യമോട് പറഞ്ഞുകൊണ്ടാ നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. ഇല്ല അമ്മ, അമ്മയുടെ മോൻ കഞ്ചാവ് വലിച്ചിട്ടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കില്ല. എന്നെ വിശ്വസിക്കണം, എൻ്റെ അമ്മയുടെ സത്യം. ഈ അച്ഛൻ്റെ മദ്യപാനം നിർത്താൻ വേണ്ടി, നമ്മുടെ കുടുംബത്തിലെ സമാധാനം ഉണ്ടാവാൻ വേണ്ടി ഞാൻ കളിച്ചൊരു നാടകം മാത്രമാണിത്. എൻ്റെ അഭിനയം നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണം. എൻ്റെ കോളേജിലെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിലൊരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചിരുന്നു. അതിൽ നിന്നാണ് ഈ ആശയം എനിക്ക് കിട്ടിയത്. എന്നാലും എന്റെ ചേട്ടൻ ഞങ്ങളൊക്കെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നല്ലൊരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട്. ഇനി ഞാൻ മദ്യപിക്കില്ല. എന്റെ തെറ്റെനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി. ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരാൻ എന്റെ മകന് കുറെ അഭിനയം കാഴ്ചവെക്കേണ്ടി വന്നു. മോനെ, ഈ അച്ഛനോട് ക്ഷമിക്കട. മോനെ സുരേഷേ, നീ അടുത്തുവാ. ഈ അച്ഛൻ നിന്നെ ഒന്ന് വാരി പുണരട്ടെ. ഏതായാലും സാത്താന്റെ സന്തതികളായ മദ്യവും മയക്കുമരുന്നും ഈ വീട്ടിൽ നിന്നും പോയില്ലേ? എന്റെ പൊന്നാരേട്ടനാ കൈയൊന്ന് നീട്ടിക്കേ. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ ബ്രോ. താങ്ക് യു. ഏതായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഏട്ടന്റെ ഇന്നത്തെ അഭിനയം ഗംഭീരായിരുന്നു. അഭിനയ ചക്രവർത്തി സാക്ഷാൽ മോഹൻലാൽ പോലും തോറ്റുപോകും. അതുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം എന്റെ ഏട്ടന് തന്നെ കിട്ടണം. അതെ അതെ, ഇപ്പോഴാ ഈ വീടൊരു സ്വർഗമായത്. സാത്താന്റെ സന്തതികൾ നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സുരേഷ്, നിതിൻ എൻ ജോയ് തൊടുപുഴ, ഗോപാലൻ, ലിമേഷ് പുതുക്കാട്, വാസു, സിജു പത്തനംതിട്ട, സന്ധ്യ, ഫാത്തിമ വിയു ആലുവ, ദാക്ഷായണി, അംബിക ടി പി കോട്ടക്കൽ. കഥാരചന സംവിധാനം വിഷ്ണു സുനിൽ മടുത്തമ്പടി. സാങ്കേതിക സഹായം ശബ്ദമിശ്രണം മനോജ് എസ് പട്ടാഴി. അവതരണം സർഗജ്യോതി ശ്രവ്യാമൃതം.